ഈ യേശുക്രിസ്തുവിന്റെ പൈതലായി ഞാനും നിങ്ങളും മാറിയിട്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പരിചയം എത്രത്തോളം വിശ്വസ്തയോടെ ഞാൻ കൊണ്ടു നടക്കുന്നത്. ഇരുൾ കടക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ട, ഇരുൾ കടക്കാൻ. ആ ഇരുളിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെന്ന പരിചയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ പരിചയയുടെ പ്രത്യേകത നമ്മെ സകല സത്യത്തിൽ വഴി നടത്തും. സകല സത്യത്തിൽ വഴി നടത്തുമ്പോൾ എന്തിനാണ് ഇരുളിനൊരു സ്ഥാനം കൊടുക്കുന്നത്? എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? ബൈബിൾ വായിക്കുന്ന ആ കാര്യത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ? എത്ര നാളുണ്ടാകും ദൈവമക്കളെ നമ്മുടെ ഈ ഭൂമിയിൽ? എത്ര നാളുണ്ടാകും? നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള എത്ര പേര് അതിരിപ്പുണ്ട്? ദൈവം നാളെ ഒരു ദിവസം തന്നാൽ കർത്താവിന് മഹത്വം അർപ്പിച്ചല്ലേ നമ്മൾ എഴുന്നേൽക്കുന്നത്. ഒരു ദിവസം പോലും അവൻ ദൈവമായ ബന്ധത്തിൽ അകന്നു നിൽക്കാൻ ഒരിക്കലും ദൈവത്തിൽ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ ഇരുള് കയറും. ഇരുള് കയറിയാൽ പിന്നെ വെളിച്ചം വരണം. അത് വരണം എന്നുണ്ടെങ്കിൽ നാം എന്തായി തീരണം? ദൈവത്തിന് മുന്നിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം. നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് എപ്പോഴും ഒരു അവസരമുണ്ട് ഭൂമിയിൽ, അല്ലേ? കർത്താവിന്റെ വരവ് താമസിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നും കർത്താവ് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു അവസരം വീണ്ടും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുക. സങ്കീർത്തനകാരൻ പറയുന്ന പോലെ, ഹല്ലേലൂയ, എന്റെ പരിചയായ ദൈവമേ എന്നെ നോക്കണമേ, എന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. ദൈവത്തോട് പറയാൻ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് സാധിക്കൂ. പരിചയായ ദൈവമേ എന്നെ നോക്കണമേ. നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. എന്നാൽ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിലൊക്കെ നിത്യതയെ കുറിച്ച് ചിന്തിച്ചോളണം. നിത്യതയെ കുറിച്ച് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിക്കൊള്ളണം. ഇതെല്ലാം തിരിച്ച് മനസ്സിലാക്കി തന്നില്ലേ? നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സാധത്തിന് പറ്റിയില്ലേ? എത്ര ശ്രേഷ്ഠകരമായ ദൈവം നമ്മെ വഴി നടത്തിയത്! പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സാധനം വരുത്തിയില്ലേ? ഈ വെളിച്ചത്തിന്റെ പ്രത്യേകതയല്ല അത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ലേ നാം ഈ പരിചയക്ക് യോഗ്യരായി തീർന്നത്? നമ്മുടെ പ്രവൃത്തി എങ്ങനെ മുന്നോട്ട് പോകുന്നത്? 20ാമത്തെ വാക്യം, തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. തിന്മ പ്രവർത്തിക്കുന്നവർ നോക്കി വെളിച്ചത്തെ പകയ്ക്കുക. അങ്ങനെ വെളിച്ചത്തെ പകയ്ക്കുന്നേ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം ഞാനും ദൈവമായ ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സ്വതന്ത്രം പറയില്ല, ആരാധിക്കില്ല, കൈയടിക്കില്ല, എല്ലാത്തിനും ഒരു അകലം. പിന്നെ നമ്മൾ ദൈവമക്കളെ പരസ്പരം കാണുമ്പോൾ ഒരു ലജ്ജ കണ്ടിട്ട് അവരുടെ ഫേസിൽ അതൊന്ന് വെളിപ്പെട്ടു വരും. ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ദൈവമക്കൾ പരസ്പരം കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രകടനം? എങ്ങനെയായിരിക്കും? സ്തോത്രം, ഇവിടെയായിരുന്നു സ്തോത്രം, കുറെ നാളല്ലേ കണ്ടിട്ട് അല്ലെ? എന്തൊരു സ്നേഹപ്രകടനമായിരിക്കും അല്ലേ ആ സമയത്ത്? കുറെ നാളത്തിൽ കാണുമ്പോഴൊക്കെ 6 ദിവസം കഴിഞ്ഞ് 7 ദിവസം കാണുമ്പോൾ എല്ലാവരും പരസ്പരം സന്തോഷാവില്ലേ? വന്നില്ലെങ്കിലോ ആ സന്തോഷം കിട്ടുമോ? സന്തോഷം കിട്ടില്ല. അപ്പോ നോക്കിയേ, തിന്മ പ്രവർത്തിക്കുന്നതിനെല്ലാം വെളിച്ചത്തെ ഭാഗ്യ, എന്നിട്ടോ തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരികയില്ല. കാരണം വെളിച്ചത്തിലേക്ക് വന്നാൽ ഇതെല്ലാം വെളിപ്പെട്ടു. നമ്മൾ ഈ എഫേസറിനെ വായിക്കുമ്പോൾ വളരെ വ്യക്തം. നമുക്ക് ഈ മനുഷ്യൻ ഗൂഢമായി ചെയ്യുന്നത് വെളിച്ചത്ത് പറയാൻ പോലും ലജ്ജയാവുന്നതാണ്. അപ്പോസ്തലൻ പൗലോസ് എഫേസറിൽ എന്താ പറയുന്നത്? ഗൂഢമായി ചെയ്യുന്നത് വെളിച്ചത്ത് പറയാൻ ലജ്ജയാവും. പക്ഷെ ഈ വെളിച്ചത്ത് പറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അവിടെ ചെല്ലുമ്പോൾ ലജ്ജിക്കണോ? ഇവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവമക്കളെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്താ പറയുന്നത്? ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദൂഷിക്കുന്നതോ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവിടെ ചെല്ലുന്ന സമയത്ത് ജാതികളുടെ മുന്നിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കൂടി ഒരു അവസരം ദൈവം നമുക്ക് തന്നത്. അവിടെ ലജ്ജിതനായി പോകേണ്ട അവസ്ഥയാണ്. ഗൂഢമായി ചെയ്യുന്നത് വെളിച്ചത്ത് പറയാൻ പോലും ലജ്ജയാവുന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മളെന്താ ഗൂഢമായി ചെയ്യുന്നത്? എന്താ? പലപ്പോഴും ഗൂഢമായി ചെയ്യുന്ന എന്താണെന്ന് പോലും അറിയില്ല. നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഒരു കുശുമ്പൊക്കെ വന്ന ആ കുശുമ്പ് നിന്നിട്ട് തുള്ളി ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചിലര്? ഇത് ഗൂഢമായിട്ട് ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല. എന്നാൽ ഞായറാഴ്ച ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് എന്റെ മനസ്സിലായ ഒരു സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ ആ സംസാരം ഓർത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറയൂ? ഒരു മനുഷ്യൻ പറയില്ല, വെളിച്ചത്ത് പറയില്ല. വെളിച്ചത്ത് പറഞ്ഞാൽ അത് രക്ഷയാണ്. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കടന്നു വന്നാൽ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവാ, അല്ലേ? നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവാ.
നമ്മെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം കടന്നു വന്നാൽ പിന്നെ നമ്മെ നയിക്കുന്ന ആരാ? ആ വ്യക്തിയിൽ ആ സമയത്ത് വ്യാപരിച്ച ആത്മാവ് നമ്മെ നയിക്കും. ജോലി ചെയ്യുമ്പോഴും പാത്രം കഴിയുമ്പോഴും മുറ്റടിക്കുമ്പോഴും റബ്ബർ വെട്ടുമ്പോഴും ഒക്കെ ആ ദേഷ്യം പിന്നെ വന്നെ. ആ ദേഷ്യത്തില് അല്ലേ ദ്വാരൊക്കെ വലിച്ചെറിയും. ഒറ്റ എറിഞ്ഞാലും എതിരെ പോകുന്നത് കാണാത്ത രീതിയിൽ വലിച്ചെറിയും. എന്നിട്ടോ ആ പരസ്പരം കണ്ടാലോ ഒരു പ്രകടനം കാണിക്കുകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതിന് മയപ്പെടുത്തും. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സഹോദരാന്ന് തുറന്നു പറയാൻ സാധിച്ചാലോ അവിടെ നിരപ്പ് പ്രാപിക്കുകയല്ലേ? അതവിടെ നിരപ്പ് പ്രാപിക്കുക. ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും കൂടുതൽ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ വളരെ ബുദ്ധിയുള്ളവരായിരിക്കണം. പാമ്പിനെ പോലെ ബുദ്ധിയുള്ള, പ്രാവിനെ പോലെ നിഷ്കളങ്കനുള്ളവരായിരിക്കണം. നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം. കാരണം വാഹനം ഓടിക്കുമ്പോൾ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പിള്ളേര് വരെ നമ്മൾ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളോട് കാര്യം സംസാരിക്കും. ഞാൻ ഒത്തിരി പേരുടെ പിള്ളേരൊക്കെ അവരോട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കി അവിടെയൊക്കെ നമ്മൾ വളരെ ബുദ്ധിയോടുകൂടിയായിരിക്കണം. ആ പിള്ളേരോട് പറഞ്ഞ് ജയിക്കാൻ പറ്റാതെ പിന്നെ വണ്ടിയിൽ നിന്ന് നമ്മൾ പരസ്പരം അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആശ്വാസം കൈക്കൊള്ളാൻ പാടില്ല. അത് ഗൂഢമായി ചെയ്യുന്ന അത് പുറത്ത് പറയാൻ ലജ്ജയാവോ? പുറത്ത് പറയൂ? ലജ്ജയാ, അതുകൊണ്ട് പറയില്ല. നമ്മുടെ നാവ് കൊണ്ട് സ്തോത്രം പറയുന്ന നാവ് കൊണ്ട് നമ്മുടെ അധരം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? പിശാചിനെ ഹിതമായി ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയാൻ പാടില്ല. അല്ലേ? മോശമായ വാക്കുകൾ പറയാൻ വ്യവസ്ഥയില്ല. മോശമുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് ഏറ്റുപറഞ്ഞ് നിരപ്പം പ്രാപിക്കണം. ദൈവത്തിന്റെ സന്നിധി മുട്ടുകളെ മടക്കണം. ഹല്ലേലൂയ, ആമേൻ. വെളിച്ചത്തിലെ സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടണമെന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പൊ സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി വെളിച്ചത്തിൽ, ആമേൻ, ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടണമെന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു. സത്യം ചെയ്യുന്നവനാണെങ്കിലും അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. കാരണം ദൈവത്തിൽ ചെയ്തിരിക്കുക. ദൈവത്തിന്റെ പൈതലായി ചെന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് തെറ്റുപറ്റിയാൽ ദൈവത്തിന് മുന്നിൽ ഏറ്റു പറയാൻ നമുക്ക് ലജ്ജിക്കണോ? നമ്മുടെ കടുത്തുമ്പായ പാവത്തെ ഹിമം പോലെ വെളുപ്പിച്ച് നമ്മെ വിശ്വസിച്ച് ദൈവം നിർത്തിയിട്ട് തെറ്റുപറ്റിപ്പോയാൽ, എന്തെങ്കിലും കുറവ് പറ്റിപ്പോയാൽ, മനുഷ്യനാണ്, ബലഹീനനാണ്. ആമേൻ. ബലഹീനൻ തുണ നിൽക്കുന്നത് നമ്മോട് കൂടെ ഉണ്ട്. അറിയായ്മ ചെയ്തു പോകുന്ന പാപങ്ങളെല്ലാം ദൈവം നമ്മോട് ക്ഷമിക്കും. ദൈവത്തിൽ ചെയ്തിരിക്കുക, ദൈവത്തിന്റെ പൈതലായി ദൈവം ചെയ്തിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണോ? കുടുംബത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ മാതാപിതാക്കളെ ആദ്യം പിടിച്ച് പുറത്താക്കണോ ചെയ്യണേ? അതവര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും? ഒരു തെറ്റ് ബോധ്യപ്പെടുത്തി നമ്മെ ആ ഭവനത്തിൽ തന്നെ നിലനിർത്തും. അല്ലെ? ഒരിക്കലും ആ കുടുംബത്തിൽ അംഗം ആവാതിരിക്കുവോ? ആ കുടുംബത്തിൽ അംഗം തന്നെ, ആ അപ്പന്റെ മോൻ തന്നെ ഞാൻ. ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി തെറ്റ് ചെയ്തു. ആ തെറ്റ് ആ കുടുംബത്തിനെല്ലാം അത് ഏറ്റെടുത്തു. എന്നിട്ടോ അതങ്ങ് ക്ഷമിച്ച് വീണ്ടും അവിടെ നിന്ന് ഇനി ഞാൻ ആവർത്തിക്കരുത് എന്നല്ലേ പറയണത് നമ്മളോട്. ചിലപ്പോൾ നമുക്ക് തക്കതായ ചില ശിക്ഷയൊക്കെ തരും മാതാപിതാക്കൾ. അത് നമ്മൾ ഏറ്റെടുക്കും. അതിന്റെ കാരണം എന്താ? അവര് അതിനുള്ള അധികാരം, അവകാശം അവർക്കുണ്ട്. ഇത് വെളിച്ചത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. വീട് വിട്ട് നാട് വിട്ട് പോണ ആൾക്കാരെ തെറ്റ് ചെയ്തു പറഞ്ഞിട്ട് എന്തെങ്കിലും ചില തെറ്റ് ചെയ്യുന്നു നാട് വിട്ട് പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് അപ്പനമ്മയൊക്കെ മരിച്ച ശേഷം വരാനുണ്ടോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ദൈവത്തിന് മുന്നിൽ ഏറ്റു പറയാൻ, നേരത്തെ പ്രാപിക്കാൻ ഒരു മനസ്സ്, ആ മനസ്സ് നമ്മൾ കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം എത്രത്തോളമാണ് പ്രസാദിക്കുന്നത്. ഇനി ആ ഒരു പരിച നമ്മോട് കൂടി ഇരുന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക. ആമേൻ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ വെളിച്ചം എന്ന പരിച നമ്മെ വഴി നടത്തുക. ഇനി അനീതി കൊണ്ട് നടക്കുന്ന പരിചയോ, അനീതി കൊണ്ട് വെളിച്ചത്തെ തടുക്കുന്ന പരിചയോ, ആ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചു പോയതാ. ഓർമ്മ നിങ്ങൾ ആരെങ്കിലും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന? റോമാലേഖനം വായിച്ചേ. റോമാലേഖനം 1-ാം അധ്യായം